അപ്പോൾ ഫ്രണ്ട്സ്, techNpetsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആപ്പിൾ ഇയർപോഡ്സിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒറിജിനലും ഡ്യൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് രണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ അൺബോക്സിങ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ടോ. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കണ്ടോ. പ്രൈസ് 2500 രൂപയാണ്. പക്ഷെ അത്ര മുടക്കിയാലും അതിൻ്റേതായ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കൺട്രി ഓഫ് ഒറിജിൻ വിയറ്റ്നാമാണ്. പിന്നെ ഇതിൻ്റെ പാക്കിങ് നോക്കുവാണെങ്കിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഇത് ലൈറ്റ്നിങ് കണക്ടറാണെന്നുള്ളത്. ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് ആ ഗ്രീൻ കളറിലെ ആരോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത് നമുക്ക് 1 ഇയർ വാറൻറ്റി തരുന്നുണ്ട്. അൺബോക്സിംഗ് വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കമ്പാരിസൺ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഒറിജിനലും ഡ്യൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഡ്യൂപ്പും ഇത് ഒറിജിനലും ആണ്. പിന്നെ ഡ്യൂപ്പിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്പീക്കറിൻ്റെ അകത്തുള്ള 2 ഹോൾ നമുക്ക് നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനലിന് അങ്ങനെയല്ല, അത്ര ഒരു ട്രാൻസ്പെറൻസി അവിടെ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ ഇയർബഡിൻ്റെ 2 മോൾഡും കൂടെ ഒരുമിച്ച് വെച്ചേക്കുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ പോലെ കാണാൻ സാധിക്കും. അത് ഡ്യൂപ്പിന് നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒറിജിനലിന് അത് അതുപോലെ കാണത്തില്ല. ആ ലൈൻ അവിടെ ഉണ്ടെന്ന് പോലും പറയത്തില്ല. അപ്പോൾ അതൊരു മെയിൻ ഡിഫറൻസ് ആണ്. പിന്നെ ഒറിജിനലിൻ്റെയും ഡ്യൂപ്പിൻ്റെയും വയറിൻ്റെ കളറിന് നല്ല വ്യത്യാസമുണ്ട്. അത് പക്ഷേ ക്യാമറയിൽ എത്രത്തോളം നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഡ്യൂപ്പിൻ്റെ പെട്ടെന്ന് ഒരു സൈഡ് അടിച്ചു പോകും, മറ്റേ സൈഡ് നന്നായിട്ട് വർക്ക് ചെയ്യും. അത് മിക്കവാറും ഇയർഫോണിന് വരുന്നൊരു മെയിൻ പ്രശ്നം തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇയർഫോണിൻ്റെ പോർട്ടിൽ 4 ഡിവിഷൻസ് കാണാൻ സാധിക്കും. അതിനകത്ത് ആദ്യത്തേത് ലെഫ്റ്റ് ഓഡിയോയുടെ പോസിറ്റീവ്, രണ്ടാമതായിട്ട് വരുന്നത് റൈറ്റ് ഓഡിയോയുടെ പോസിറ്റീവ്, മൂന്നാമതായിട്ട് വരുന്ന എല്ലാത്തിൻ്റെയും കൂടെ ഗ്രൗണ്ടാണ് മൈക്രോഫോണിൻ്റെ എല്ലാം കൂടെ ഉൾപ്പെടെ. പിന്നെ നാലാമതായിട്ട് വരുന്നത്, അതായത് ഏറ്റവും മേളിൽ വരുന്നത് മൈക്രോഫോണിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കേടായി പോകുമ്പോഴാണ് നമ്മുടെ ഒരു ചെവി കേൾക്കാതെ വരുന്നത്. ഇത് മിക്കവാറും ഇയർഫോണിന് വരുന്ന ഒരു മെയിൻ കംപ്ലയിൻറ്റ് തന്നെയാണ്. നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പോർട്ട് ലൂസായി പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് കാണും. ഒറിജിനലിൻ്റെ പാക്കിങ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒറിജിനലിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 360 എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. പുതിയ ഇയർഫോണിൻ്റെ ലൈറ്റ്നിങ് കണക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫോണിലൊന്നും കുത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഐഫോണേ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഇയർഫോണിൻ്റെ ഡിഫറൻസിനെ പറ്റി അധികമൊന്നും പറയാനില്ല. ഇയർഫോണിന് വലിയ ഫീച്ചേഴ്സ് ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അധികമൊന്നും പറയാനില്ല. ഇപ്പം മൊബൈൽ ഫോൺ അങ്ങനത്തെ ഒക്കെയാണ് നമുക്ക് ഇച്ചിരി കൂടെ പറയാൻ കാണും. അപ്പോൾ എന്തായാലും കമ്പാരിസൺ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഇൻട്രോ ആണോ പഴയ ഇൻട്രോ ആണോ നല്ലതെന്നുള്ളത്, ബാക്ക്ഗ്രൗണ്ടും എല്ലാം. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. ബൈ.